കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ സ്ലിപ്പ് നോട്ടിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചിനെ പറ്റിയിട്ടാണ്. അതേടാ, ക്രോഷ്യ ചെയ്യുമ്പം ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. ഇതറിഞ്ഞില്ലേ നമുക്ക് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് പോന്നോ, എളുപ്പം തന്നെ പഠിച്ചെടുക്കാം. ദേ, ഞാനിവിടെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. സ്ലിപ്പ് നോട്ട് എങ്ങനെയാണെന്ന് അറിയാത്തവർ മുന്നത്തെ ക്ലാസ് കാണാം, പാർട്ട് 1. ഓക്കെ, അപ്പം ഹുക്കിനെ ദേ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ നേരെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിങ്ങനെ കാണിക്കുന്നില്ലേ വിരൽ കൊണ്ട്. ഹുക്കിനെ ആ രീതിയിൽ പിടിക്കണം. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ യാൺ ഓവർ എന്ന് പറയുന്നത്. എന്നിട്ട് പതിയെ അതിനെ താഴോട്ടേക്ക് വലിച്ചെടുക്കുക. ഇതിനൊക്കെ ഓരോ ടേം ഉണ്ട് കേട്ടോ. അപ്പം ആ ടേമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, പറഞ്ഞു തരാം. മറക്കണ്ട, ഹുക്കിനെ എപ്പോഴും ഈ ഒരു പൊസിഷനിൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് താഴോട്ടേക്ക് വലിക്കുക. ഈ താഴോട്ടേക്ക് വലിക്കുന്നതിനെ പുൾ ത്രൂ എന്ന് പറയും കേട്ടോ. ശ്രദ്ധിക്കുക, എന്താ പറയുക, പുൾ ത്രൂ. അപ്പം ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് അതാണ്. ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഹുക്ക് നമ്മൾ ഇങ്ങനെ പിടിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പിടിക്കരുത്. ഒരിക്കലും ഇങ്ങനെ പിടിക്കരുതേ. തിരിച്ച് തന്നെ ഈ ഒരു രീതിയിൽ പിടിക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുന്ന സമയത്ത് ഹുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് പുൾ ത്രൂ ചെയ്യുക, താഴോട്ടേക്ക് വലിച്ചെടുക്കുക. ഈ താഴോട്ടേക്ക് വലിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പുൾ ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൽ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഞാൻ മൊത്തം 3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റിച്ച് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ എങ്ങനെയാണ് സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ 3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും വീണ്ടും കുറച്ച് സ്റ്റിച്ചും കൂടി ഇടുക. ഈ ഒരു കാര്യം കണ്ടോ, ഇങ്ങനെ വലിക്കുമ്പം ഇത് കുറച്ച് ലൂപ്പ് വലുതാവും. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അധികം ലൂപ്പിനെ വലുതാക്കാൻ പാടില്ല കേട്ടോടാ. അതുപോലെ അധികം ടൈറ്റ് ആക്കാനും പാടില്ല. അപ്പം നമ്മളത് പിടിക്കേണ്ട രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ അത് വലുതാക്കുന്ന കണ്ടില്ലേ, ഈ വലുതാക്കുന്ന ആ ഒരു പോർഷൻ കണ്ടില്ലേ, ആ ലൂപ്പ്, അതിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ ടെൻഷൻ നമ്മളെപ്പോഴും അധികം വലുതാക്കാനും പാടില്ല, മുറുകെ പിടിക്കാനും പാടില്ല. അപ്പം ഞാൻ 5th ചെയിൻ ഇടുകയാണ്. സോ ഇത് ഭയങ്കര സിമ്പിളാണ്, നിങ്ങളിത് ചെയ്ത് തന്നെ പഠിക്കണം. കുറേ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ കൈ ഭയങ്കര ഫ്ലെക്സിബിൾ ആവും കേട്ടോ. ആദ്യം ഞാൻ ചെയ്ത് പഠിക്കുമ്പോഴൊന്നും എനിക്ക് വട്ടമായിട്ടുണ്ടായിരുന്നു. ആകെ കൂടെ ഇതെങ്ങനെ പഠിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് വരുമ്പോൾ നമ്മുടെ വിരലുകളൊക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അത് ഇങ്ങനെ തന്നെ സ്പീഡിൽ ചെയ്ത് തനിയെ സ്പീഡ് ആയിക്കോളും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ചധികം ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ ഇട്ട് തന്നെ പഠിച്ച് നോക്കുക. ഏകദേശം ഒരു 15ഓളം ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളും ഒരു ചെയ്യുന്ന സമയത്ത് ഒരു 10-20 ചെയിൻ സ്റ്റിച്ച് അങ്ങനെ ഇട്ടിട്ട് പോവുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹുക്കും യാണൊക്കെ നേരെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ യാൺ ഓവർ ചെയ്തു, ദെൻ പുൾ ത്രൂ ചെയ്തു, ദെൻ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക, യാൺ ഓവർ ചെയ്തു, താഴോട്ട് പുൾ ത്രൂ ചെയ്തു. അപ്പം ഈ വേർഡിങ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ, ഇതിനെ പറയുന്നതാണ് വർക്കിംഗ് ലൂപ്പ്. ഇത് നമ്മൾ ഒരിക്കലും എണ്ണത്തില്ല കേട്ടോടാ. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ ലാസ്റ്റ് കിടക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഹുക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു സംഭവം, അത് വർക്കിംഗ് ലൂപ്പാണ്. അതല്ലാത്ത പോർഷനാണ് എണ്ണേണ്ടത്. ഈ ഒരു വി പോർഷൻ കണ്ടില്ലേ, ഞാൻ ഈ ഇതും കൊണ്ട് തൊടുന്ന ആ ഒരു വി പോർഷൻ, അതാണ് ഓരോ ചെയിനായിട്ട് നമ്മൾ എണ്ണുന്നത്. അപ്പോൾ അത് ടോട്ടൽ ഇവിടെ 15 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ. 15 ചെയിൻ ഉണ്ട്. ആ ഒരു വി പോർഷൻ മാത്രം എടുക്കുക. ലാസ്റ്റിലെ ലൂപ്പ്, ഹുക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു ലൂപ്പ് നമ്മൾ എടുക്കരുത്. അതിനെ വോക്കിംഗ് ലൂപ്പ് എന്നാണ് പറയുക. ഈ ഒരു പോർഷൻ, ബാക്കിയുള്ള ആ ഒരു പോർഷൻ ഇല്ലേ, അതിനെ വോക്കിംഗ് യാൺ എന്നും പറയും. ഇത് വർക്കിംഗ് ലൂപ്പ്. അതുപോലെ തന്നെ ബാക്കിയുള്ള നൂല്, ആ ഒരു യാൺ, അതിനെ വോക്കിംഗ് യാൺ എന്ന് പറയും. ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ വോക്കിംഗ് യാണാണ്. ഓക്കെ, അപ്പം വോക്കിംഗ് ലൂപ്പും വോക്കിംഗ് യാണൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അതുപോലെ ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത പോസ്റ്റുകളൊക്കെ അവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ വരുന്ന ഗിവോയ്ക്കൊക്കെ അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് ഞാനത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളതിനെ ഈ പുൾ ത്രൂ ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചെയിൻ സ്റ്റിച്ച് അവിടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. മറക്കണ്ട, നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോടാ. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ശ്രദ്ധിക്കുക. ഇതിനെ ഫ്രണ്ട്
ഈ ഒരു കണ്ടില്ലേ ആ ഒരു ഫ്രണ്ട് പാർട്ടാണ് അത്. അതുപോലെ തന്നെ ഈ ബാക്കിൽ ആ ഒരു വി സെക്ഷനിൽ ബാക്കിലെ ഈ ലൂപ്പാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടെയൊക്കെ നമ്മൾ സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലൂടെയൊക്കെയാണ് യാണ് കടത്തി വിടുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പൊക്കെ എന്താണെന്ന് മനസ്സിലായി തോന്നുന്നു. ഫ്രണ്ട് പാർട്ട് അല്ലെങ്കിൽ ബാക്ക് പാർട്ട് തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഈ യാണിനെ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വേറെ ഇങ്ങനെ പൊന്തിയൊരു രീതി കാണും. അത് നിങ്ങൾ നോക്കേണ്ട. ഇപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ മതി. അപ്പം ഇതാണ് നമ്മളുടെ ചെയിൻ സ്റ്റിച്ച്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തിട്ട് എൻ്റെ കൂടെ ഇങ്ങ് പോരണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് വേണമെങ്കിൽ അതും മെസ്സേജ് ഇടുക. താങ്ക്